ഓപ്പൺ ആക്കത്തില്ല. ഞാൻ ഇൻസ്റ്റയിൽ ഇടുന്ന വീഡിയോ ആണ് നേരെ ഫേസ്ബുക്കിലൂടെ കയറുന്നത്. നീയൊക്കെ എന്താ ഓർത്ത ഞാൻ നിന്റെയൊക്കെ കമന്റ് കുത്തിയിരുന്ന് വായിച്ച് എനിക്കങ്ങ് വിഷമമാകണമെന്ന്. ഇതിപ്പോ ആഘോഷിക്കാൻ ഈ ഒരു വീഡിയോ ഞാൻ ഇട്ട് കഴിഞ്ഞ് ഇത് ആഘോഷിക്കാൻ ആൾക്കാർ കാണും ഇഷ്ടം പോലെ. അവള് കള്ളക്കരച്ചിലുമായിട്ട് ഇറങ്ങി, അവള് മുതലക്കരച്ചിലുമായിട്ട് ഇറങ്ങി. ഞാനും ഒരു മനുഷ്യനാണ്, മനസ്സിലായോ? തിരിച്ചു അമ്മ പോവാണേ. വന്നിട്ട് നമുക്ക് സ്റ്റാറ്റിന്റെ കാര്യം നോക്കാവേ. ആ കൂട്ടുകാരുടെ അമ്മയെ പോലും എനിക്കൊന്ന് ഫേസ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ എനിക്ക്. അവരും എല്ലാവരും ഇപ്പം എന്നെ അങ്ങനെ ഒരു ചെറുക്കൻ അങ്ങനത്തെ രീതി കാണണമെന്ന് അതൊക്കെ ഒരു ഫീലാവുന്നു ഭയങ്കരമായിട്ട്. എന്തായാലും വീഡിയോ തുടങ്ങുന്നതിന് മുമ്പേ ചേച്ചി ഈ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് വിശ്വാസം ആവാത്തവർ ഉറപ്പായിട്ട് ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. കാരണം എത്ര പേര് വിശ്വസിച്ചിട്ടുണ്ടെന്നും വിശ്വസിച്ചിട്ടില്ലെന്നും എനിക്കൊന്ന് അറിയാൻ വേണ്ടി. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രേണു സുധി ചേച്ചിയെ സംബന്ധിച്ചിട്ടുള്ള ഒരു വീഡിയോ രാവിലെ തന്നെ നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. എന്തായാലും നമ്മളിപ്പോൾ ഈ നോക്കിക്കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ മൊത്തം ചർച്ചയാണ് രേണു സുധി വേഴ്സസ് കിച്ചു. ഈ രണ്ടുപേരുടെ വഴക്കാണ് ഇപ്പോൾ നടക്കുന്നത്. വഴക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുള്ള വഴക്കല്ല. അതായത് നമ്മുടെ കിച്ചു എന്ന് പറഞ്ഞ ചേട്ടനായിരുന്നെങ്കിൽ യൂട്യൂബിൽ ഒരു അരമണിക്കൂറുള്ള വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്നായിരിക്കണം ഇപ്പോൾ രേണു ചേച്ചി ഇപ്പോൾ കിച്ചുവിനെതിരെ രംഗത്ത് വന്നിരിക്കുന്ന സുഹൃത്തുക്കൾ. എന്തൊക്കെ ഇതായതെന്ന് നോക്കിക്കോണം. കാരണം ചേച്ചിയാണെങ്കിൽ തുടക്കത്തിലൊക്കെ വന്ന് പറയുന്നത് പറയുമ്പോൾ ഞാനാണെങ്കിൽ ഈ റിയാക്ഷൻ ചാനൽസ് സംഭവങ്ങളോ ഒന്നും കാണാനേ പോകത്തില്ലെന്ന് പല പ്രാവശ്യം ഓരോ മീഡിയാസിന്റെ ഫ്രണ്ടിൽ ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാവരും കേട്ടത്. റിയാക്ഷൻ വീഡിയോ ഇറങ്ങുമ്പോ ഒന്നും കാണാൻ ഇട്ടോട്ടെ, എനിക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ കാണുന്ന ഓർത്തിടണ്ട, ഇടുന്നവരോടും നമുക്ക് സന്തോഷമുള്ളൂ. എന്നിട്ട് ഇത്രയും ഇതിൽ നിന്ന് അത്രയും ശക്തിയായിട്ട് നിന്ന രേണു ചേച്ചി കമന്റുകളിൽ ഒന്നും തളരുന്നില്ല. കമന്റുകളൊക്കെ രോമം മാതിരിയുള്ളെന്നാണ് രേണു ചേച്ചി പറഞ്ഞിട്ടുള്ളൂ. എന്നിട്ട് ഇപ്പൊ എന്തിനിങ്ങനെ വന്ന് പ്ലേറ്റ് മാറ്റി? ഇത്രയും നാളില്ലാത്തൊരു കുഴപ്പം ഈ കിച്ചു ചേട്ടനാണെങ്കിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ എന്ത് പറ്റി രേണു ചേച്ചി? അല്ല, എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത്രയും നാളുണ്ടായിരുന്നില്ല. ഈ കിച്ചു എന്ന് പറയുന്ന ചേട്ടൻ വീഡിയോ ഇടുന്നതിന് മുമ്പ് വരെ ചേച്ചിക്ക് ഇഷ്ടംപോലെ വിമർശനങ്ങളുള്ള കമന്റ് വരുന്നുണ്ടായിരുന്നല്ലോ. ചേച്ചിയുടെ ചാനലിലായാൽ പോലും ചേച്ചിയുടെ ഇൻസ്റ്റഗ്രാമിലെ പേജിലായാൽ പോലും ഇഷ്ടംപോലെ തെറിവിളി വരുന്നുണ്ടായിരുന്നു. ചേച്ചി അതൊന്നും മൈൻഡ് ചെയ്യാതെ അതിനൊക്കെ നല്ല രീതിക്ക് തന്നെ മറുപടി കൊടുത്തുകൊണ്ട് പൊയ്ക്കൊണ്ടിരുന്ന രേണു ചേച്ചി മറ്റുള്ളവരുടെ റിയാക്ഷൻ ചാനൽസിന്റെ അടിയിൽ വന്ന കമന്റ് കണ്ടിട്ട് തളർന്നു പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ കുറച്ച് പാടുണ്ട്. പക്ഷെ നമ്മൾ ഇതിന്റെ കമന്റ് ബോക്സ് ഒന്ന് എടുത്ത് പരിശോധിക്കും. അതായത് ഞാൻ രാവിലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു രേണു ചേച്ചി ഈ വീഡിയോ ഇട്ടതിനെ തുടർന്ന് നല്ല രീതിക്കുള്ള വിമർശനങ്ങളും സംഭവങ്ങൾ രേണു ചേച്ചിക്ക് കേൾക്കുന്നു. കാരണം എന്ന് പറയുമ്പോൾ ആ കിച്ചു എന്ന് പറഞ്ഞ ചേട്ടൻ വീഡിയോ ഇട്ടതിന് ശേഷം രേണു ചേച്ചി ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളൂ. അതിന് മുമ്പൊന്നും ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. എന്നിട്ട് രേണു ചേച്ചി ഈ ഒരു വീഡിയോ ഇട്ടപ്പോൾ ഇഷ്ടംപോലെ നെഗറ്റീവ് കമൻസ് ആ ചേച്ചി ഇട്ട വീഡിയോയുടെ താഴെ വരുന്നുണ്ട്. എന്തായാലും ഏറ്റവും കൂടുതൽ ആൾക്കാരും പറയുന്നൊരു കാര്യം എന്ന് പറയുമ്പോൾ ഈ കിച്ചു വീഡിയോ ഇടുന്നതിന് മുമ്പ് ചേച്ചിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയണ്ടായിരുന്നു, ഇങ്ങനത്തെ വിമർശനങ്ങളൊന്നും പറയണ്ടായിരുന്നു, കമൻ്റ് ഒന്നും വായിക്കണ്ടായിരുന്നു. കിച്ചു ചേട്ടൻ വീഡിയോ അങ്ങോട്ട് ഇട്ടപ്പോൾ രേണു ചേച്ചി എന്തുകൊണ്ട് വന്ന് ഈ കമൻറ്റ് കണ്ടു കിടന്ന് കരയുന്നു? ആ ഒരു കാര്യം മറയ്ക്കാൻ വേണ്ടിയാണ്. അതായത് ഈ കിച്ചു ചേട്ടൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ മറിച്ച് രേണു ചേച്ചി എടുത്ത് സെന്റിമെന്റ്സ് തോന്നാൻ വേണ്ടി പ്ലേറ്റ് മാറ്റി തിരിച്ചതാണ് ആൾക്കാർ പറയുന്നത്. ഇത്രയും നാളാണെങ്കിൽ ചേച്ചി ബോൾഡായിട്ട് നെഗറ്റീവിൻ്റെ മകളാണ് പല പ്രാവശ്യം എണ്ണിയായിരുന്നു ചേച്ചി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാനാണെങ്കിൽ നെഗറ്റീവ് കമൻസിലൊന്നും തളരത്തില്ല, ഞാനാണെങ്കിൽ നെഗറ്റീവ് കമൻസിൻ്റെ കൂടെ പിറപ്പാ, നെഗറ്റീവ് കമൻസ് എനിക്ക് അത്രയ്ക്ക് ഇത്രയേ ഉള്ളൂ, പൂമാല മാതിരി ഞാൻ സ്വീകരിക്കുമെന്ന് പല പ്രാവശ്യം പറഞ്ഞ രേണു ചേച്ചി ഏതാണ്ട് അത് സ്വന്തം ചാനലിൽ പോലും അല്ല, ഏതാണ്ട് ഫേസ്ബുക്കിലെങ്ങാണ്ട് ആരെങ്ങാണ്ട് റിയാക്ഷൻ ചാനൽ തുടങ്ങി അതിൻ്റെ കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കിയപ്പോഴാണ് ഈ കമൻറ്റ് കണ്ടേ. അതിനാണെങ്കിൽ ഇപ്പോൾ ചേച്ചിയാണെങ്കിൽ സൂയിസൈഡ് വരെ ചെയ്യാൻ തോന്നി എന്നൊക്കെ രേണു ചേച്ചി പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇതിന് മുമ്പ് ചേച്ചി ഇട്ടിട്ടുള്ളൊരു വീഡിയോ ആദ്യമേ ഒന്ന് കാണാം. ഓപ്പൺ ആക്കത്തില്ല. ഞാൻ ഇൻസ്റ്റയിൽ ഇടുന്ന വീഡിയോ ആണ് നേരെ ഫേസ്ബുക്കിലൂടെ കയറുന്നത്. നീയൊക്കെ എന്താ ഓർത്ത ഞാൻ നിന്റെയൊക്കെ കമന്റ് കുത്തിയിരുന്ന് വായിച്ച് എനിക്കങ്ങ് വിഷമാവുന്നു. കോപ്പ് വിഷമാവും രേണു സുധിക്ക്. രേണു സുധി എന്ന് പറയുന്നൊരു വ്യക്തി, നീയൊക്കെ എൻ്റെ ഒരു പകുതി കേട്ടെങ്കിൽ നീയൊക്കെ ഇങ്ങനെ നിൽക്കുമോ? എനിക്ക് തോന്നുന്നില്ല. ഞാൻ നല്ല ഒന്നാം തരം ധൈര്യമുള്ള പെണ്ണായതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. ഞാൻ കേട്ടതിൻ്റെ 1% നീയൊക്കെ കേൾക്കുമോ? അമ്മായിമാരൊന്ന് കേട്ട് നോക്കിക്കേ. നീയൊക്കെ നിൽക്കത്തില്ലല്ലോ, ഓടും കുറ്റിയും പറിച്ചോണ്ട്. രേണുസുതി അങ്ങനല്ല. ഇതല്ല, ഇതൊക്കെ മേലെ കേട്ടിട്ട് ഈ പറഞ്ഞവരും ഇവരും എല്ലാവരും അല്ലാത്തവർ ചുമ്മാ നോക്കി നിൽക്കുന്നവരും നോക്കുകൂലിയാകുന്നവരും എല്ലാവരും എനിക്കിട്ടിട്ട് രേണുസുതി എന്നൊരു അഞ്ചടി ഉണ്ടോന്ന് എനിക്കറിയത്തില്ല, 4 അടിയൊക്കെ കാണത്തേ ഉള്ളൂ. എനിക്ക് ആകെ ഇച്ചിരേ ഉള്ളൊരു സാധനം 40 കിലോ അത്ര ഉണ്ടെന്ന് തോന്നുന്നു. ആ ഒരു വ്യക്തിയെ ഇട്ട് ഈ ലോകമെമ്പാടുമുള്ള മലയാളി കുറെ അമ്മാവന്മാരും മാമിമാരും കുറെ ഫേസ്ബുക്കും പൊട്ട കുറെ ഫേക്ക് ID ചെറ്റകളും. ഓക്കെ, ചേച്ചി ഇതിനകത്ത് പറയുന്നുണ്ട് ചേച്ചിയുടെ ഹൈറ്റ് വെയിറ്റ് എന്ത് 4 അടിയോ എങ്ങാണ്ടേ ഉള്ളൂ, കൊച്ചു മനുഷ്യ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമുക്ക് അതൊന്നും നോക്കേണ്ട കാര്യമില്ല. ഒരാളുടെ നീളമോ വണ്ണോ ഇതൊന്നും വെച്ചിട്ടല്ലേ നമ്മൾ ഒരാളുടെ മനസ്സളക്കുന്നത്. അതായത് ഈ ചേച്ചി ആണെങ്കിൽ ഇവിടെ പറഞ്ഞ ചേച്ചി ഇത്രയും നീളേ ഉള്ളൂ, ഇത്രയും വെയിറ്റ് ഉള്ളൂ, അയാളെയാണ് ഇങ്ങനെ നാഴികയ്ക്ക് 40 വട്ടം വന്ന് കിടന്ന് കുറ്റം പറയുന്നതെന്ന്. ചേച്ചി ഉദ്ദേശിക്കുന്നത് എന്തുവാ? നെഗറ്റിവിറ്റിക്ക് വേണ്ടി ചേച്ചി എന്തൊക്കെയാണ് ഈ സോഷ്യൽ മീഡിയയുടെ ഫ്രണ്ടിൽ വന്ന് കാട്ടിക്കൂട്ടിയിട്ടുള്ളത് രേണു ചേച്ചി?
ചേച്ചി ഒന്ന് ഇരുന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ചേച്ചിക്ക് തന്നെ അറിയാമല്ലോ, ചേച്ചി ഇത് ഊഹിച്ചുകൊണ്ട് തന്നെ ആയിരിക്കണമല്ലോ ഇങ്ങനത്തെ വീഡിയോസ് ഇടുന്നത്. നെഗറ്റീവ് കമൻറ്റ്സ് വരണം, ഇതുകൊണ്ടുള്ള റിയാക്ഷൻ ചാനൽസ് എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യണം, അവർ അതിൽ നെഗറ്റീവ് കമൻറ്റ്സ് വരണം. ഇതെല്ലാം കൂടെ വെച്ച് രേണു ചേച്ചിക്കുള്ള റീച്ച് അവിടെ ഉണ്ടാവത്തുള്ളൂ. അതെല്ലാം കൂടെ മനസ്സിലാക്കിയിട്ടായിരിക്കണേ രേണു ചേച്ചി ആണെങ്കിൽ ഇങ്ങനെ അങ്ങ് നെഗറ്റീവ് മാത്രമേ ഇടുന്നുള്ളൂ. പോസിറ്റീവായിട്ട് ഒരു എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് എന്തെങ്കിലും ഒരു നല്ലത് പറയാൻ പറ്റുമല്ലോ. എപ്പോഴും നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കാതെ എന്തെങ്കിലും ഒരു പോസിറ്റീവ് കാര്യം നമുക്ക് എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പറയാൻ പറ്റും. പക്ഷേ ഇത് ഒന്നും ഒരു പോസിറ്റീവ് കാര്യങ്ങൾ ഞാൻ നോക്കിയിട്ട് രേണു ചേച്ചി ഇതുവരെ ചെയ്തിട്ടില്ല. നെഗറ്റിവിറ്റിക്ക് വേണ്ടി അങ്ങ് പീക്ക് ലെവലിലാണ് ചേച്ചി നിൽക്കുന്നത്. പിന്നെ എന്തോ പോസിറ്റീവ് പറയാനാ? ചേച്ചി വന്ന് കിടന്ന് കരഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്തോ പറയും പോസിറ്റീവ്? നെഗറ്റീവിന് വേണ്ടിയുള്ളത് മാത്രമേ അവിടെ ചേച്ചി ഇട്ടിട്ടുള്ളൂ ഇതുവരെ. യൂട്യൂബിലായാലും പിന്നെ ഇൻസ്റ്റാഗ്രാമിലായാലും ഇതോട്ടുള്ള പബ്ലിക് പ്ലാറ്റ്ഫോമിൽ മൊത്തം നെഗറ്റിവിറ്റിക്ക് വേണ്ടിയുള്ളതേ ഇട്ടിട്ടുള്ളൂ തുടക്കം തൊട്ട് ഈ ഒരു സമയം വരെ. പോസിറ്റീവായിട്ടുള്ള ഒന്നുമില്ല. പിന്നെ ചേച്ചിയുടെ പാട്ട് സംഭവങ്ങൾ അതൊക്കെ കൊള്ളാമെന്ന് കുറേ ആൾക്കാർ പറഞ്ഞു. പക്ഷേ ചേച്ചി അതൊന്നും കണ്ടിന്യൂ ചെയ്യുന്നില്ല. നെഗറ്റിവിറ്റി മാത്രമേ പോകുന്നുള്ളൂ. പാട്ടിതൊന്നും ചേച്ചി ഇങ്ങനെ അങ്ങ് കൊണ്ടുപോകുന്നില്ലല്ലോ. പിന്നെ നമുക്ക് ഇതൊക്കെ അംഗീകരിക്കായിരുന്നു. ചേച്ചി ആണെങ്കിൽ കിച്ചു എന്ന് പറയുന്ന ചേട്ടൻ വീഡിയോ ഇടുന്നതിന് മുമ്പേ ഇത് പറഞ്ഞിട്ടായിരുന്നെങ്കിൽ ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി. ഈ കിച്ചു എന്ന് പറയുന്ന ചേട്ടൻ വീഡിയോ ഇട്ടുകൊണ്ട് മാത്രം രേണു ചേച്ചി ആ ഒരു വീഡിയോ ആയിട്ട് മുമ്പിൽ വന്നേക്കുന്നത്. കാരണം അത് മറയ്ക്കാൻ വേണ്ടി എല്ലാവരും ആ കമൻറ്റ് ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. കൂടുതൽ ആൾക്കാരും കമൻറ്റ് അയച്ചേക്കുന്ന ഒരു കാര്യം ഇത് തന്നെ. എന്തായാലും രേണു ചേച്ചി ആണെങ്കിൽ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ഫേസ്ബുക്കും ഇൻസ്റ്റയും, ഫേസ്ബുക്കാണ് ഏറ്റവും കൂടുതൽ. ഒന്നും തുറക്കാൻ പറ്റുന്നില്ല. ഇവർക്ക് ഈ കണ്ടന്റോളികൾക്ക് രേണുസുതി വിത്ത് അല്ലെങ്കിൽ എബോവ് രേണുസുതി, ഈ രേണുസുതി എന്നുള്ള കണ്ടന്റ് മാത്രമേ ഉള്ളൂ അവർക്ക്. വേറെ ഒരു കണ്ടന്റും ഇല്ല, തുറക്കാൻ പറ്റണില്ല. എന്നെ ബാധിക്കുന്ന കാര്യം അല്ലെങ്കിൽ പോലും ചിലതൊക്കെ എന്നെ ബാധിക്കും. കാരണം ഞാൻ ജസ്റ്റ് എനിക്ക് ഫേസ്ബുക്കിൽ എന്തെങ്കിലുമൊക്കെ വീഡിയോ കാണാൻ ഞാൻ നോക്കുമ്പോഴത്തേന് ഇങ്ങനെ വന്നിട്ട് ഞാൻ എൻ്റെ കമൻറ്റ് ബോക്സ് തുറന്നു കഴിഞ്ഞാൽ ഫുള്ളും ഞാൻ എന്തൊക്കെയോ അപരാധം ചെയ്തെന്നുള്ള മട്ടിലാണ് ഇത് മുഴുവനും. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ചേച്ചി ഇപ്പോൾ ഇത് പറയുന്നുണ്ടല്ലോ, ചേച്ചി ആണെങ്കിൽ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം, പ്രത്യേകിച്ച് ഫേസ്ബുക്കിലാണ് ചേച്ചി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് കാണാൻ വേണ്ടി എടുക്കാൻ നേരം മൊത്തം കയറി വരുന്നത് രേണു ചേച്ചി. ഇത് തന്നെ ഞങ്ങൾ യൂട്യൂബേഴ്സ് മാറിയും തിരിഞ്ഞും ചേച്ചി എടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ഞങ്ങൾക്കും ഇതൊന്നും തുറക്കാൻ വയ്യ, രേണു ചേച്ചിയുടെ മുഖം മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് ഞങ്ങളുടെ കാര്യം പോട്ടെ, ഞങ്ങളുടെ കാര്യം ചേച്ചി നോക്കണ്ട. ചേച്ചിക്ക് നെഗറ്റീവ് പറയുന്ന നെഗറ്റീവ് വോളികൾ നല്ല ചേച്ചി സ്വയമായിട്ട് ഞങ്ങളെ അഭിസംബോധന ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കാര്യം നോക്കണ്ട. ഈ കിച്ചു എന്ന് പറയുന്ന ചേട്ടൻ്റെ അവസ്ഥ ചേച്ചി ഒന്ന് ആലോചിച്ച് നോക്ക്. ഇതോട്ടുള്ള ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ എന്തെങ്കിലും തുറക്കുമ്പോൾ രേണു ചേച്ചിയുടെ ഇങ്ങനത്തെ ഒക്കെ കോപ്രായങ്ങൾ കാണിക്കുന്ന വീഡിയോസാണ് കയറി വരുന്നത്. ചേച്ചി ഇതെങ്കിലും ഒന്ന് മനസ്സിലാക്കി. ചേച്ചി ഈ പറയുന്നത് കൂട്ട് തന്നെ ചേച്ചി മാത്രമല്ല ഫേസ്ബുക്ക് തുറക്കുമ്പോൾ ചേച്ചിയുടെ വീഡിയോ കണ്ണ് നിറഞ്ഞ് പോകുന്നത്. ഇതേ കൂട്ട് കാണുന്ന വ്യൂവേഴ്സ് എല്ലാം കണ്ണ് നിറഞ്ഞ് തന്നെ ഫേസ്ബുക്ക് ക്ലോസ് ചെയ്യുന്നത്. എത്ര നോട്ട് ഇൻട്രസ്റ്റ് അടിച്ചു വിട്ട് കഴിഞ്ഞാൽ പിന്നെ കയറി വരും. ഒരു കണ്ടന്റാണ് രേണുസുതി. ഇവരൊക്കെ എന്തിന് കാശ് കിട്ടുന്നുണ്ടായിരിക്കും അവർക്ക് മാസം. പക്ഷെ ഇതിപ്പോൾ ആഘോഷിക്കാൻ ഈ ഒരു വീഡിയോ ഞാൻ ഇട്ട് കഴിഞ്ഞ് ഇത് ആഘോഷിക്കാൻ ആൾക്കാർ കാണും ഇഷ്ടം പോലെ. ആഘോഷിക്കാൻ ആൾക്കാർ കാണും. ചേച്ചിക്ക് തന്നെ അറിയാലോ, ചേച്ചി ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞ് ഉറപ്പായിട്ടും ആൾക്കാർ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യും, റിയാക്ഷൻ ചാനൽസ് എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുമെന്ന്. അത് മനസ്സിലാക്കി തന്നെ ആണല്ലോ ചേച്ചി ഈ വീഡിയോ ഇട്ടത്. ഇതിനകത്ത് പറയുന്നുണ്ടല്ലോ ഒത്തിരി ആൾക്കാർ എടുത്ത് വെച്ച് ആഘോഷിക്കുമായിരിക്കുമെന്ന്. ഇത് മനസ്സിലായി. അതായത് അറിയാമെങ്കിൽ, അതായത് റിയാക്ഷൻ ചാനൽ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുന്ന ചേച്ചിക്ക് അറിയാമെങ്കിൽ പിന്നെ ചേച്ചി എന്തിനാ ഈ വീഡിയോ ഇട്ടേ? അത് അറിഞ്ഞു വെച്ചോണ്ട് വീഡിയോ അങ്ങ് അപ്ലോഡ് ചെയ്യും. എന്നിട്ട് പറയുന്നത് ഇത് ഇട്ട് കഴിയുമ്പോൾ റിയാക്ഷൻ ചാനൽസ് എടുത്ത് വെച്ച് അങ്ങ് റിയാക്ട് ചെയ്യുമെന്ന്. അവള് കള്ളക്കരച്ചിലുമായിട്ട് ഇറങ്ങി, അവള് മുതലക്കരച്ചിലുമായിട്ട് ഇറങ്ങി. ഞാനും ഒരു മനുഷ്യനാണ്, മനസ്സിലായോ? എനിക്ക് വേണമെങ്കിൽ ഇപ്പം ചെയ്യാം, കാരണം ഇത് കേൾക്കാതിൻ്റെ അപ്പുറം ഞാൻ കേട്ട്. പക്ഷെ ചില കാര്യങ്ങൾ എന്നെ ബാക്കിലോട്ട് നിർത്തുവാണ്, ചില കാര്യങ്ങൾ എന്നെ പിടിച്ചു വെക്കുവാണ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്, മനസ്സിലായോ? പക്ഷെ എനിക്കറിയില്ല. ഓക്കെ ചേച്ചി പറഞ്ഞ കാര്യങ്ങളൊക്കെ അംഗീകരിക്കാം. ഈ ഒരു വീഡിയോ ഈ കിച്ചു ചേട്ടൻ വീഡിയോ ഇടുന്നതിന് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ കുറേ ആൾക്കാരെങ്കിലും കേട്ടിരുന്നേന്. പിന്നുള്ളൊരു കാര്യം എന്ന് പറയുമ്പോൾ ഈ കിച്ചു ചേട്ടൻ വീഡിയോ ഇട്ടതിനെ തുടർന്ന് ആ ചേച്ചി ഈ വീഡിയോ ഇട്ടിട്ടുള്ളതെങ്കിൽ ചേച്ചിക്ക് അറിയാമല്ലോ എങ്ങനെ ഇട്ടിട്ടുള്ളതെന്ന്. അങ്ങനെ ഇട്ടിട്ടുള്ളൊരു വീഡിയോ ആണെങ്കിൽ ചേച്ചി ഇപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. കിച്ചു ചേട്ടനെ ഒന്ന് നേരിട്ട് വിളിച്ച് സംസാരിച്ചാൽ മതിയായിരുന്നു. അതങ്ങനെ ആ കൊച്ചിലെ ഇച്ചിരി കെയറോ സ്നേഹമൊക്കെ കൊടുത്തായിരുന്നെങ്കിൽ കിച്ചു ചേട്ടൻ ഇപ്പോൾ നല്ലൊരു നിലയിൽ തന്നെ എത്തിയേനെ. ആ കൊച്ചിലത്തെ ആ കിച്ചു ചേട്ടൻ്റെ മാനസികാവസ്ഥ ആ വീഡിയോ കൂടെ കേട്ടവരാരും രേണു ചേച്ചിയെ സപ്പോർട്ട് ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല, മനസ്സിലായോ? പക്ഷെ എനിക്കറിയില്ല, ഇത് ഈ നിരന്തരം ഈ നെഗറ്റീവ് ഓളുകളുടെ ഈ ഒരു ഇതെനിക്ക് സ്ട്രെസ് താങ്ങാനാവാതെ ചിലപ്പോൾ ഞാൻ അങ്ങനെ തന്നെ ചെയ്യുമായിരിക്കും. എത്രയൊക്കെ വിഷമം വന്നാലും എത്രയൊക്കെ കരഞ്ഞുകൊണ്ടായി വീഡിയോ എടുക്കുന്നെങ്കിലും ചേച്ചിയുടെ ഉള്ളിൽ എത്ര വിഷമം ഉണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടല്ലോ കമൻറ്റോളുകൾ നെഗറ്റീവ് ഓളുകൾ ഇത് പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് റിയാക്ഷൻ ചാനൽസിൽ ഒന്ന് കൊട്ടാൻ ചേച്ചി മറന്നില്ല.
എത്രയൊക്കെ വിഷമോ അഭിനയം എന്ന ആൾക്കാരൊക്കെ പറയുന്നത്. ഷോർട്ട് ഫിലിമിലും ആൽബത്തിലും അഭിനയിക്കുന്ന അതേ അഭിനയ ചേച്ചി ഇതിൽ വന്നിരുന്ന് എടുക്കുന്നതെന്ന് ആ കമന്റ് ബോക്സ് ഒന്ന് തുറന്നു നോക്കിയാൽ മതി, മനസ്സിലാവും. നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് ഈ പരത്തെറി വിളിക്കുന്നത് എനിക്കറിയത്തില്ല. അതൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. പെട്ടെന്ന് ചേച്ചിയുടെ എക്സ്പ്രഷൻ മറന്ന് നോക്കിക്കോണേ. ഇങ്ങനെ വിഷമിച്ച കണ്ണുനീരൊക്കെ ഇങ്ങനെ അങ്ങ് ഒഴുകി വീഴുക. പെട്ടെന്ന് പാട്ട് മണിക്കിനാക്കൾ അപ്പോഴത്തേന് എക്സ്പ്രഷൻ മാറി കറക്റ്റ് നോക്കുന്ന ആരാടാ വിളിക്കുന്നേ. എൻ്റെ പൊന്നുരേണു ചേച്ചി ഷോർട്ട് ഫിലിമിലൊക്കെ ഈ അഭിനയം കാഴ്ച വെച്ചായിരുന്നെങ്കിൽ ചേച്ചി അങ്ങ് ഹൈ ലെവലിൽ എത്തിയേനെ. എന്തായാലും നമുക്ക് ഇത് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഈ കിച്ചു ചേട്ടൻ ഈ വീഡിയോ ഇട്ടതിനെ തുടർന്ന് കുറേ ആൾക്കാർ, കുറേ അമ്മമാരെ, പ്രത്യേകിച്ച് അമ്മമാരാ ഈ ചേട്ടൻ്റെ ഈ വീഡിയോയുടെ അടിയിൽ പോയി കമൻറ്റ് അയച്ചേക്കുന്നത്. എല്ലാവരും നല്ല രീതിക്കുള്ള സപ്പോർട്ടാണ് കിച്ചു ചേട്ടന് കൊടുത്തിട്ടുള്ള കമൻറ്റ് ബോക്സ് നോക്കുമ്പോൾ മനസ്സിലാവും. എന്തായാലും നമ്മൾ ഇത് വേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ കിച്ചു ചേട്ടൻ്റെ വീഡിയോക്കകത്താണെങ്കിൽ കിച്ചു ചേട്ടൻ പറയുന്നുണ്ട് കൊച്ചിയിലെ ഇച്ചിരി സ്നേഹമോ കെയറോ എവിടെ നിന്നും കിട്ടിയില്ല, ആകെപ്പാട് ഇച്ചിരി സ്നേഹവും കെയറും കൊടുത്തിട്ടുള്ളത് നമ്മുടെ സുധിച്ചേട്ടൻ മാത്രമാണ്. ഇതേ സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ആൽബം ഇറങ്ങിയായിരുന്നല്ലോ, ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ ഒരു ആൽബം, ആ ആൽബത്തിന്റെ അതായത് ഷൂട്ടിങ് കഴിഞ്ഞതിന് ശേഷം ഈ ചേച്ചിയുടെ കുറേ സീൻസ് ഇതേപോലുള്ള റീൽസ് ഒക്കെ എടുത്തിട്ടുണ്ട്. അത് കുറേ ലോക്കൽ മീഡിയാസ് അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചേച്ചി ഈ ചോറ് വാരി കൊടുക്കുന്ന ഒരു സീനുണ്ട്. ഞാനതൊന്ന് പ്ലേ ചെയ്യാം, എന്നിട്ട് ബാക്കി പറയാം. കയ്യും പകുതി വിളിക്ക് പോവോ? നിർബന്ധിച്ച് വേണ്ടാഞ്ഞിട്ട് നിർബന്ധിച്ച് ചോറ് ഉരുട്ടി കൊടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്. എന്നെ ഒന്ന് തട്ടി വിളിച്ചിരുന്നെങ്കിൽ ഞാൻ ഉടനേനെ എൻ്റെ ദാസേട്ടോ എൻ്റെ പൊന്നു രേണു ചേച്ചി ഞാൻ ഈ ഒരു സമയത്ത് ആ കിച്ചു ചേട്ടൻ ഇച്ചിരി സ്നേഹമോ കെയറോ കൊടുത്തായിരുന്നെങ്കിൽ ഈ കിച്ചു ചേട്ടൻ ഇപ്പോൾ ഈ ഒരു വീഡിയോ ആയിട്ട് മുന്നോട്ട് വരേണ്ട ഒരു ആവശ്യവും ഇല്ലായിരുന്നു. അതേകൂട്ടി രേണു ചേച്ചിക്ക് ഇങ്ങനെ കരഞ്ഞു മെഴുകി ഈ പൊതുജനങ്ങളുടെ ഇടയിലോട്ടൊരു വീഡിയോ ആയിട്ട് വരേണ്ട ഒരു ആവശ്യവും വരുത്തില്ലായിരുന്നു. ഞാൻ വലിയ ആക്ട്രസ്സാ, ഞാൻ പാട്ട് പാടും, ഞാൻ ഡാൻസറാ, ഞാൻ സീലിംഗ് ബ്യൂട്ടിയാ എന്തൊക്കെ സ്വയം പ്രഖ്യാപിച്ച് നടക്കുന്ന രേണു ചേച്ചി ഇതും ചേച്ചിയുടെ ജീവിതത്തിൽ ഒരു അഭിനയമാണെന്ന് നമുക്ക് പറയാൻ ഒക്കത്തില്ല. കാരണം ചേച്ചിക്ക് കുറച്ച് ബുദ്ധി കൂടുതലല്ലേ. ബുദ്ധി ചേച്ചി കരയുന്നത് സത്യമാണോ കള്ളമാണോ എന്നൊന്നും തെളിയിക്കാൻ എന്തായാലും ഞങ്ങൾ സ്വയമായിട്ട് ചേച്ചി തന്നെ പ്രഖ്യാപിച്ച് നടക്കുമല്ലേ. ഞങ്ങൾ നെഗറ്റീവ് വോളികളാണ്. ഈ നെഗറ്റീവ് വോളികൾക്ക് പറ്റത്തില്ല. ചേച്ചി കരയുന്നത് സത്യമാണോ അതോ കള്ളമാണോ അഭിനയമാണോ എന്നൊന്നും പ്രൂവ് ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റത്തില്ല. പിന്നെ ഒരു സമയത്ത് ഒരു സ്റ്റേറ്റ്മെന്റും മറ്റൊരു സമയത്ത് വന്നിട്ട് അടുത്ത സ്റ്റേറ്റ്മെന്റും ഒക്കെ പറയുന്ന രേണു ചേച്ചി അതേ കൂട്ട് തന്നെ ഈ മീഡിയക്കാരുടെ ഫ്രണ്ട് ഒരു പ്രാവശ്യവും 2 പ്രാവശ്യം ഒന്നും അല്ലേ ഈ കിച്ചു എന്ന് പറഞ്ഞ ചേട്ടന്റെ പേര് വലിച്ചു ഇഴച്ചേക്കുന്നത്. പല പ്രാവശ്യം ഞങ്ങളെല്ലാം കണ്ടിട്ടുണ്ട് ഈ മീഡിയക്കാർ വരുമ്പോൾ ഈ കിച്ചു എന്ന ചേട്ടന്റെ പേര് വലിച്ചിടുന്നത്. അതിന്റെ ഒരു ആവശ്യം അവിടെ ഇല്ലായിരുന്നു. എന്തിന്റെ ആവശ്യമായിരുന്നു സത്യം പറഞ്ഞാൽ. ഇതിനോടൊന്നും നമുക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റത്തില്ല. ഇനി ഇതിന്റെ ബാക്കിയായിട്ട് ഇനി അടുത്ത വീഡിയോ ആയിട്ടും വരുമായിരിക്കും കരഞ്ഞുകൊണ്ട്. അതൊന്നും നമുക്ക് മുൻകൂട്ടി പറയാനൊക്കത്തില്ല. രേണു ചേച്ചിയുടെ കാര്യമല്ലയോ, എല്ലാം കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിനെ തുടർന്നിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും താഴെ കമന്റ് ബോക്സിൽ നിന്ന് കമന്റ് അയക്കണം. കാരണം എന്ന് പറയുമ്പോൾ എല്ലാവരുടെ അഭിപ്രായം എന്തോന്ന് എനിക്കറിയണം. എൻ്റെ അഭിപ്രായം തന്നെ അന്ന് ബാക്കിയുള്ളവർക്കും കൂടെ ഒന്ന് അറിയണമല്ലോ. എന്തായാലും ഇനി ഇതല്ല ഇതിന്റെ അപ്പുറമായിട്ട് ചേച്ചി വീഡിയോ ആയിട്ട് വന്നാലും ഇനി പൊതുജനങ്ങൾ ചേച്ചി അംഗീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതേ കൂട്ടുള്ള ഇതാ ചേച്ചി ഇപ്പോൾ നെഗറ്റിവിറ്റിക്ക് വേണ്ടി ഇവിടെയൊക്കെ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നു. ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ബട്ടണിലൊന്നും ഞെക്കിയൊക്കെ സബ്സ്ക്രൈബ് ബട്ടണിലൊന്നും ഞെക്കിയൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തേക്കാം. വീഡിയോ ഒന്ന് ഹൈപ്പും ചെയ്തേക്കാം. അപ്പോൾ കുറച്ച് പേര് ലെഫ്റ്റിലോട്ട് പോട്ടെ, കുറച്ച് റൈറ്റിലോട്ട് പോട്ടെ. ഞാൻ സ്ട്രേറ്റ് പോകാം. അടുത്ത ദിവസം നല്ലൊരു ടോപ്പിക്കായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ.